ദൈവത്തിന്റെ കരുണ നിങ്ങൾ ആവശ്യിക്കട്ടെ. ലോകം മുഴുവൻ ഈ പ്രാർത്ഥന കൊടുക്കുന്ന, ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന ജീവിതത്തിന്റെ ഇന്നത്തെ അവസ്ഥകളെ, ജൂൺ 19-ാം തീയതി ഇന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, ചെയ്തു തീർക്കുന്നതിന് അവരനുഭവിക്കുന്ന അശക്തികളെ, വ്യക്തിപരമായ പോരായ്മകളെ പരിഹരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ നിങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളുടെ യാത്രകള്, തിരിച്ചു വരുന്നവരെ കർത്താവിന്റെ സന്തതമായ സാന്നിധ്യം, നിങ്ങൾ എവിടെയെല്ലാം ആരോട് സംസാരിക്കുന്നോ, എന്തെല്ലാം ചെയ്യുന്നുവോ അവിടെയെല്ലാം നിങ്ങൾക്ക് സഹായം ആവശ്യമായി വരുമ്പോൾ ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അനേകം മക്കളിലേക്ക് സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടി, പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യങ്ങൾ പറയുന്നുകൊണ്ടിരിക്കുന്ന കൃപാസ്ഥാനത്താറിയിലേക്ക് എത്രയും വേഗം ദൈവാനുഭവം കിട്ടിക്കൊണ്ട് ജനങ്ങൾ ആവഹിക്കപ്പെടുന്നതിന് വേണ്ടി, അവിടെ ഓരോ ആവശ്യങ്ങളുടെ മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ ഈശോ ഉന്നതമായ നാമത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വളരെ സജീവമായ കാലാവസ്ഥയുള്ള സമയത്ത് വലിയ രോഗങ്ങൾ, ശ്വാസമുട്ടലുകൾ, മറ്റു പല പല രോഗങ്ങളെ ഓർക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ, കർത്താവിന്റെ വെളിച്ചം, കർത്താവിന്റെ ശക്തി, ആവുന്നിടത്തോളം സഹായത്തിന്റെ അനുഗ്രഹം കിട്ടുന്നവരെ, അത്രയും മറ്റുള്ളവരെ സഹായിക്കുന്നതിന്, സംരക്ഷിക്കുന്നതിനുള്ള ദൈവാനുഭവം പ്രേക്ഷിത ചൈതന്യം ലഭിക്കുന്നവരെ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള പ്രത്യേക കൃപ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കൃഷ്ണന്റെ അടയാളത്തിൽ, ദൈവശക്തി